ഇമ്പാക്ട് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മലപ്പുറം നെടിയിരുപ്പ് GLP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ദുരിതത്തിനൊടുവിൽ പരിഹാരമാവുകയാണ്. പുതിയ കെട്ടിടം വേണമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യം. ഞങ്ങൾക്ക് നല്ല വലിയ സ്കൂൾ വേണം, കളിക്കാൻ സ്ഥലം വേണം, നല്ല വലിയ ക്ലാസ് വേണം, നല്ല ബെഞ്ചുകൾ വേണം. ഞങ്ങൾക്കും വേണം ഒരു ഹൈടെക് സ്കൂൾ, കളിക്കാൻ സ്ഥലവും നല്ല ഗ്രൗണ്ടുകളും ഒക്കെയുള്ള ഒരു സ്കൂൾ ഞങ്ങൾക്കും വേണം. ഷീറ്റായതുകൊണ്ട് മഴ പെയ്താൽ ടീച്ചർ അതിനെ കേൾക്കൂല. ഞങ്ങളിവിടെ ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോൾ മഴ പെയ്താൽ വെള്ളമൊക്കെ ബെഞ്ചുമൊക്കെ ഉറ്റും, അപ്പോൾ ബുക്കുമൊക്കെ ആവും. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സ്കൂളാണ്. നിശ്ചയമില്ല, മഴ പെയ്യുമ്പോൾ ബുക്കുമൊക്കെ വെള്ളം ഉച്ച പഠിച്ചാൽ കഴിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് പുതിയ ഹൈടെക് സ്കൂൾ വേണം. മഴ പെയ്യുമ്പോൾ ബുക്ക് മുഴുവൻ നനയുക. ശരി, ഏതായാലും കുട്ടികളുടെ ഈ ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി കേട്ടിരിക്കുകയാണ്. സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഇടപെടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഉറപ്പു നൽകിയിരിക്കുന്നു. റിപ്പോർട്ടർ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു വിഷയം എന്നുള്ള നിലക്ക് നെടിയിരുപ്പ് GLP സ്കൂളാണ്. ബന്ധപ്പെട്ട അവിടുത്തെ MLAയും പഞ്ചായത്തുമൊക്കെയായി ബന്ധപ്പെട്ട് നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അവരുടെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിന് കെട്ടിടവും മറ്റ് ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്താം. ഇത് വളരെ ഒറ്റപ്പെട്ട ഒരു കേസാണ്. ഏതായിരുന്നാലും ഇങ്ങനൊരു വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്ന റിപ്പോർട്ടറിൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. നെടിയിരുപ്പ് അവിടെയൊക്കെ എല്ലാം ആ രീതിയിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളൊക്കെ ഉള്ളതാണ്. ഇത് വേറെന്തെങ്കിലും അതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നോ അറിയില്ല. ഞാൻ ഏതായിരുന്നാലും അത് പരിശോധിക്കാം. തീർച്ചയായും അതിൽ ഇടപെടും. സ്ഥലമുണ്ടെങ്കിൽ കെട്ടിടത്തിന് നമുക്ക് വഴിയുണ്ടാക്കി കൊടുക്കാം. ഈ 111 വർഷം പഴക്കമുള്ള നെടിയിരുപ്പ് GLP സ്കൂളിന്റെ ദുരവസ്ഥ റിപ്പോർട്ടറാണ് പുറത്തെത്തിച്ചത്. ഇപ്പോൾ സോണൽ കൃഷിയാണ് ചെയ്തത്. സോണൽ, ഏതായാലും വാർത്ത ഫലം കാണുന്നതിന്റെ സന്തോഷമുണ്ട് നമുക്ക്. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞത് കേട്ടതാണ്, ഹൈടെക് സ്കൂൾ വേണമെന്നതാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകുന്നു റിപ്പോർട്ടർ വാർത്തയിലൂടെ എന്നതാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും വിനിത, ഏറ്റവും സന്തോഷം എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. നമ്മൾ ആദ്യ സമയത്ത് ആ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മളെ സമീപിച്ച അധ്യാപകരും ആ PTA ഭാരവാഹിയും കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് സ്വന്തമായ ഒരു സ്ഥലമില്ല, പക്ഷേ ഞങ്ങൾ പണം സമാഹരിച്ചിട്ടുണ്ട്, പക്ഷേ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മുടെ വാർത്ത വന്നതിന് പിന്നാലെ അത് ശരിയാകുമോ ചേട്ടാ എന്നുൾപ്പെടെ ആ കുട്ടികൾ നമ്മളോട് ചോദിച്ചിരുന്നു. പക്ഷേ നമ്മൾ ആ വാർത്ത കൃത്യമായി നൽകി. അതിൽ മന്ത്രിയും സ്ഥലം MLA ആയിരുന്ന TV ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ട് ആ സാങ്കേതിക തടസ്സങ്ങളൊക്കെ മാറ്റി ആ ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർണ്ണമായി നടന്നിരിക്കുന്നു. ഇപ്പോൾ ഇനിയുള്ള ആവശ്യം സ്വന്തമായി സ്ഥലം കിട്ടിയിരിക്കെ ഇനിയുള്ള ആവശ്യം അവിടെ നല്ലൊരു കെട്ടിടം പണിയുക എന്നുള്ളതാണ്. നമ്മൾ ആ കെട്ടിടത്തിൻ്റെ പഴയ ഇപ്പോൾ നിലവിലുള്ള കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാം. ഏത് നിമിഷവും തകർന്നു വീഴാൻ പാകത്തിലുള്ള നിൽപ്പാണ് ആ കെട്ടിടങ്ങൾ എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. 111 വർഷം പഴക്കമുണ്ട് ആ കെട്ടിടങ്ങൾക്ക്. വലിയൊരു മഴ പെയ്താൽ ഒരു പക്ഷേ ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണ്. കുട്ടികളുടെ പുസ്തകങ്ങൾ ഉൾപ്പെടെ നനയുന്ന സ്ഥിതിയാണ്. ആ സ്കൂളിൻ്റെ സ്റ്റേജിലിരുന്ന് വരെ കുട്ടികൾ പഠിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ഈ സാഹചര്യങ്ങളിലൊക്കെ ഇരുന്ന് പഠിച്ചാൽ മതിയോ സർക്കാരെ എന്നുള്ള ചോദ്യം നമ്മൾ മുന്നോട്ട് വെച്ചതാണ്. ഇപ്പോഴിതാ അതിൽ ഏറ്റവും സന്തോഷകരമായ രീതിയിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുന്നു. കൃത്യമായി സ്വന്തം സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി ഇടപെട്ട് ആ കുട്ടികൾക്ക് വേണ്ട കെട്ടിടം ഉറപ്പുവരുത്താമെന്ന വിദ്യാഭ്യാസ മന്ത്രിയും ഉറപ്പു നൽകുന്ന സാഹചര്യമാണ് വിനീത ഉണ്ടായിട്ടുള്ളത്. ശരി, ഏതായാലും മന്ത്രി അങ്കിളിന്റെ ഇടപെടൽ ഫലം കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുട്ടികളുടെ ആവശ്യം അംഗീകരിക്കപ്പെടുകയാണ്. റിപ്പോർട്ടിന്റെ വാർത്താ ഫലം കാണുന്നു, സോണൽ കൃഷിയുടെ വാർത്താ ഫലം കാണുന്നു. റിപ്പോർട്ടർ ഇമ്പാക്ട് വാർത്തയാണ് നമ്മൾ പങ്കുവച്ചത്. നെടിയിരുപ്പ് സ്കൂളിലെ കുട്ടികൾക്ക് ഏതായാലും പുതിയ കെട്ടിടമൊക്കെ ഒരുങ്ങുകയാണ്.